കാര്യങ്ങൾ അതിന്റെ മോശം അവസ്ഥയിലേക്കാണ് നിലവിൽ പൊക്കോണ്ടിരിക്കുന്നത്. ഒഫീഷ്യൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ വെറും 13 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോഴും പല ISL ക്ലബ്ബുകളും അവരുടെ പുതിയ സീസണിലേക്ക് വേണ്ട സൈനിങ്ങുകൾ നടത്തിയിട്ടില്ല. MRI കരാറിന്റെ കാര്യത്തിൽ യാതൊരു വ്യക്തതയും വരാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രതീക്ഷയുമില്ലാതെ മുൻപോട്ട് സഞ്ചരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന കാര്യം ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഒഴിച്ചിട്ടുള്ള ക്ലബ്ബുകൾ നിലവിൽ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചിട്ടുണ്ട്. സോ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുവാണെങ്കിൽ ലൈക്കും കൂടിയും ചെയ്യുക. ഒഫീഷ്യൽ ട്രാൻസ്ഫറിന്റെ അവസാനിക്കാൻ വെറും 13 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ക്ലബ്ബുകൾക്ക് അവർക്ക് വേണ്ട സൈനിങ്ങുകൾ പുതിയൊരു സീസണിലേക്ക് വേണ്ടി നടത്തുവാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് നിലവിൽ നിൽക്കുന്നത്. അങ്ങനെ ക്ലബ്ബുകൾ ഇപ്പോൾ ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ കൃത്യമായി ഒരു കാര്യം അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇങ്ങനെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ലബ് ഷട്ട് ഡൗൺ ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിൽ മുൻപിലുള്ളത്. നമുക്ക് ബേസിക് ആയിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പല ക്ലബ്ബുകളും അത്രത്തോളം പ്രോഫിറ്റിലൊന്നല്ല പൊക്കോണ്ടിരിക്കുന്നത്. ചെറിയൊരു കാര്യം മതി ആ ക്ലബ്ബുകൾക്ക് അടച്ചുപൂട്ടൽ നേരിടാനായിട്ട്. ഇങ്ങനെ വരുന്ന ഈ ഒരു സമയത്ത് ഈ ലീഗും നടക്കുന്നില്ല, ഈ സൈൻ ചെയ്തിട്ടുള്ള താരങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള അവരുടെ കോൺട്രാക്റ്റിലുള്ള വേജ് കൊടുക്കേണ്ടിയും വരും. അങ്ങനെ വരുമ്പോൾ ക്ലബ്ബുകൾക്ക് അത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം പ്രത്യേകിച്ച് ക്ലബ്ബുകൾക്ക് ഇൻകമോ കാര്യങ്ങളൊന്നുമില്ല, ഔട്ട് ഗോയിങ് മാത്രമേ ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്, ഈ ഒരു പേടി കൊണ്ട് തന്നെയാണ് പല ക്ലബ്ബുകളും നിലവിൽ സൈനിങ്ങുകൾ നടത്താനായിട്ട് നിലവിൽ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ക്ലബ്ബുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്റ്റീവ് അല്ലാന്ന് തോന്നുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ റീൽസ് ഇടുന്ന കാര്യത്തിലെങ്കിലും കുറച്ച് ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്. അത് പിന്നെ എങ്ങോട്ടുള്ള ചാട്ടാന്നല്ല നമുക്കറിയാം. അതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് നല്ലതില്ല. അടുത്ത ടിഷ്യൂ പേപ്പർ വെള്ളം കുപ്പിയായിട്ട് ഇപ്പോൾ വരും. ക്ലബ്ബുകൾ ഈ കാര്യങ്ങളെല്ലാം ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ അറിയിച്ചതിന് പിന്നാലെ നിലവിൽ പുതിയൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ക്ലബ്ബുകളുടെ മെയിൻ ആയിട്ടുള്ള ആളുകളെ നിലവിൽ വിളിച്ചിട്ടുണ്ട്. അതായത് നാളെ ഒരു മീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഇവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വ്യക്തമാക്കാം. അതുപോലെ ലീഗലായിട്ട് അല്ലെങ്കിൽ കോർട്ടിനെ സമീപിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം നിലവിൽ ഒരുക്കി നൽകും എന്നുള്ള അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്. നാളത്തോടു കൂടി കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയാം. അതായത് ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ പോലും അവരുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ കാര്യം അറിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോഴാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.